ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ടെക്നീഷ്യൻ എക്സാംസിന്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലും ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ITI ക്വാളിഫിക്കേഷനുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് മേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെയൊക്കെ താഴെ പല കുട്ടികളും വന്നിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ഓൾറെഡി ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ഗ്രേഡ് 1-ൻ്റെയും ഗ്രേഡ് 3-ൻ്റെയും പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ചിലപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണില്ല. കാണാത്ത കുട്ടികൾക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. എന്നിരുന്നാലും ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ടെക്നീഷ്യൻ എന്ന് പറയുന്ന എക്സാമിനെ പറ്റി നമ്മൾ നോക്കുന്നത്? വേറൊന്നുമല്ല, ഒഫീഷ്യലി അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് 1 അഥവാ ടെക്നീഷ്യൻ എക്സാംസ് ഗ്രേഡ് 1-ഉം ഗ്രേഡ് 3-യും അതിന് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. 6565 ഒഴിവുകളിലേക്ക്. അതിൽ ഗ്രേഡ് 1-ന് ഇത്തവണ 323 ഒഴിവുകളാണുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3-ക്ക് 6242. ഗ്രേഡ് 3-യുടെ കാര്യം ഒരുപാട് വീഡിയോസിലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല. ഗ്രേഡ് 1-നെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 30/6/2026 എന്ന് പറഞ്ഞാൽ ജൂൺ മാസം 30-ാം തീയതി അപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിൻ്റെ ആർക്കൊക്കെ എഴുതാൻ പറ്റും, അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ എല്ലാ പരീക്ഷകളിലും നോക്കി കാണുന്ന പോലെ തന്നെ അതിൻ്റെ പ്രായപരിധി, അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഈ മൂന്ന് മാനദണ്ഡങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഗ്രേഡ് 1 എക്സാമിനെയും നമ്മൾ നോക്കി കാണാനായിട്ട് പോകുന്നത്. ആദ്യത്തെ നമുക്ക് എന്ത് നോക്കാം? പ്രായം ഒന്ന് നോക്കാം. അപ്പോൾ ഗ്രേഡ് 1 സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള അൺറിസർവ്ഡ് EWS കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഗ്രേഡ് 3-യുടെ പ്രായം കൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്രേഡ് 1 ആണെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള EWS അതുപോലെ തന്നെ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ OBC NCLകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 വർഷവും, SC ST കുട്ടികളാണെന്നുണ്ടെങ്കിൽ 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള OBC NCL കാൻഡിഡേറ്റ്സിന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC ST കാൻഡിഡേറ്റ്സിന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രായപരിധിയുടെ കാര്യത്തിലുള്ള സംശയം മാറിക്കാണും. പല കുട്ടികൾക്കും ഏജ് എത്രയാണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഏജിന്റെ കാര്യത്തിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന്റെ പ്രായപരിധി ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് ക്ലിയർ ആയി കാണും. രണ്ടാമത്തെ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എക്സാമിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 2024-ലെയും 2025-ലെയും നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതായിരുന്നു. അത് തന്നെയായിരിക്കും ഈ വർഷവും വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി BSc ആണ്, ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ഇതിലൊക്കെ ഫിസിക്സിൽ BSc പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്, ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ, ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡുകളിൽ ബാച്ചുലർ ഓഫ് സയൻസ് അഥവാ BSc ഡിഗ്രി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഡയറക്റ്റ് ഈ ഒരു സംഭവം അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ എന്തിൻ്റെയെങ്കിലും കോമ്പിനേഷൻ നിങ്ങൾ അതിനകത്ത് നിങ്ങൾ BSc ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവിടെ താഴെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, BSc ഇൻ എ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ. ഈ കൊടുത്തിരിക്കുന്ന 5 ട്രേഡുകളുടെ കോമ്പിനേഷൻ അതിൻ്റെ, അതായത് ചിലപ്പോൾ ഫിസിക്സിന്റെ കൂടെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ BSc ഈ പറയുന്ന 5 ട്രേഡുകൾ അല്ലെങ്കിൽ ആ 5 ട്രേഡുകളുടെ സബ്സ്ട്രീമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കോമ്പിനേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. തീർന്നില്ല, 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനകത്ത് 3 വർഷത്തെ ഡിപ്ലോമ എന്നുണ്ടായാൽ മതി. നിങ്ങൾ രണ്ടാമത്തെ വർഷമാണ് ജോയിൻ ചെയ്തത് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ആണ് ജോയിൻ ചെയ്തത്, അത് മാറ്റർ ചെയ്യുന്ന കേസിൽ നിങ്ങൾ ഡിപ്ലോമ പഠിച്ചിറങ്ങിയ കുട്ടിയാണ്, നിങ്ങളുടെ കൈവശമുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനകത്ത് 3 വർഷത്തെ ഡിപ്ലോമ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ ട്രേഡുകളിൽ? ഈ പറയുന്ന മേൽപ്പറഞ്ഞ ട്രേഡുകളിൽ, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ ട്രേഡുകളിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്വാഭാവികമായിട്ടും സംശയം വരും, നിങ്ങൾക്ക് കോമ്പിനേഷൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? അതായത് BTech ട്രിപ്പിൾ, ഇവിടെ താഴെ ഡിഗ്രി, ഡിപ്ലോമയ്ക്ക് ശേഷം ഡിഗ്രി കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? അത് ഇലക്ട്രോണിക്സിന്റെ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇലക്ട്രോണിക്സിന്റെ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? ഇലക്ട്രോണിക്സിന്റെ ഈ പറയുന്ന പോലെ കോമ്പിനേഷനിൽ വരുന്നതാണ്.
അപ്പോൾ BSc അല്ലെങ്കിൽ നമ്മുടെ BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് പറ്റും, BTech IT പഠിച്ചവർക്ക് പറ്റും, BTech ട്രിപ്പിൾ പഠിച്ചവർക്ക് പറ്റും, BTech EC പഠിച്ചവർക്ക് പറ്റും, ആൻഡ് BTech ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT പഠിച്ചിട്ടുള്ളവർക്ക് പറ്റും, ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചിട്ടുള്ളവർക്ക് പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യതയിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. തൊട്ട് മുന്നേ നമ്മൾ പ്രായപരിധി കണ്ടു, ഇപ്പം നിങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ കണ്ട് മനസ്സിലാക്കി. ഒരു കാര്യം എല്ലാ നോട്ടിഫിക്കേഷനിലും RRB പറയുന്ന പോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ കാര്യത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താ വെച്ചാൽ, ദോസ് വെയിറ്റിംഗ് റിസൾട്ട് ഓഫ് ദെയർ ഫൈനൽ എക്സാമിനേഷൻ of the prescribed educational or technical qualification should not apply. റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ പരീക്ഷ അപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആവുന്നത് നമ്മൾ നേരത്തെ കണ്ടു ജൂൺ 30 ജൂൺ 30 മുതൽ ഏകദേശം ജൂലൈ 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ അപ്ലൈ ചെയ്യുന്ന കാലയളവിൽ നിങ്ങളുടെ റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആയിരിക്കുന്ന കാലയളവിൽ നിങ്ങളുടെ റിസൾട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആയതിനു ശേഷം അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് അവർ ക്രോസ് ചെക്ക് ചെയ്യും. അപ്ലിക്കേഷൻ വിൻഡോയ്ക്ക് ശേഷമാണ് റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിജക്ഷന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഏജ് നമ്മൾ ഓൾറെഡി കണ്ടു. മൂന്നാമത്തെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന ഒരു സിംഗിൾ പോസ്റ്റ് ആണ്. അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഡിസ്റ്റൻസ് വിഷൻ 6/9 ഓർ 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. സ്പെക്സ് വെച്ചുകൊണ്ടോ വെക്കാതെയോ 6/9 6/12 ഐസൈറ്റ് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പവർ 4D മുകളിൽ വരാതിരുന്നാൽ മതി. നിയർ വിഷൻ 0.6 and 0.6 with or without a glass when reading or close work is required. അത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ. പക്ഷേ പാസ് ആയിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ബൈനോക്കുലർ വിഷൻ കറക്റ്റ് ആയിരിക്കണം, നൈറ്റ് വിഷൻ ഉണ്ടായിരിക്കണം, മെസോപിക് വിഷൻ, ഇതെല്ലാം പക്കയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റും, അത് പ്രശ്നമുള്ള കേസല്ല. നിങ്ങൾ ഈ ഒരു ടെസ്റ്റുകൾ മാത്രം ഒന്ന് പാസ്സാക്കി എടുത്താൽ മതി. കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ കണ്ണടയുടെ പവർ 4ന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല, അതിനുള്ളിൽ വരണം. പവർ ഓഫ് ലെൻസ് നോട്ട് ടു എക്സീഡ് 4D ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെയിൽവേയുടെ മെഡിക്കലിനെ പറ്റി ഞാൻ ഇതിന് മുന്നേ പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ALPയുടെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈലി സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ മെഡിക്കൽ നോക്കുക. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസ് അവർ നോക്കും. നിങ്ങളുടെ കാത്, ചെവിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. കേൾവി ശക്തി അവർ പരിശോധിക്കുന്നുണ്ടാവും, കാഴ്ചശക്തി പരിശോധിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഷുഗർ ലെവൽ അവർ നോക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ECG അവരെടുക്കുന്നുണ്ടായിരിക്കും, എക്സ്റേ അവരെടുക്കുന്നുണ്ടായിരിക്കും, ഫ്ലാറ്റ് ഫുട്ട് ആണോ നോക്നി ആണോ അതെല്ലാം അവർ നോക്കുന്നുണ്ടായിരിക്കും. റെയിൽവേയുടെ മെഡിക്കൽ ഈ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൽ റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. പോസ്റ്റുകൾ അനുസരിച്ച് നിങ്ങളുടെ റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. B1 എന്ന് പറയുന്നത് താരതമ്യേന സെക്കൻഡ് കാറ്റഗറിയാണ് അല്ലേ. A1, A2, A3 കഴിഞ്ഞിട്ടാണ് B1 വരുന്നത്. അപ്പോൾ താരതമ്യേന കുറച്ച് റിലാക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ണട ഉപയോഗിക്കാൻ പറ്റുന്നതും. നിങ്ങളുടെ കണ്ണടയുടെ പവർ 4D എന്ന് പറയുന്ന അത്യാവശ്യം നല്ല പവറാണ്. അപ്പോൾ അതിനുള്ളിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാറ്റഗറിയാണ് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ B1 ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം എന്ന് പറയുന്നത് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള UR EWS കാൻഡിഡേറ്റ്സ്, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള OBC NCL കാൻഡിഡേറ്റ്സ്, 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC ST കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. BSc ഉള്ള കുട്ടികൾക്ക് ഏതിലൊക്കെ? ഫിസിക്സിൽ, ഇലക്ട്രോണിക്സിൽ, കമ്പ്യൂട്ടർ സയൻസിൽ, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ, ഇൻസ്ട്രുമെന്റേഷനിൽ ഈ 5 ട്രേഡുകളിൽ BSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ 5 ട്രേഡുകളിൽ 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ 5 ട്രേഡുകളിൽ BTech അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്? ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിന് മുന്നേ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ടെക്നീഷ്യൻസ് എക്സാം, അത് ഗ്രേഡ് 1 ആയിക്കോട്ടെ ഗ്രേഡ് 3 ആയിക്കോട്ടെ, റെയിൽവേ കണ്ടക്ട് ചെയ്യുന്നതിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പരീക്ഷ തന്നെയാണ്. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ CBT മാത്രമേ നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമുള്ളൂ. അതിന്റെ സിലബസ് വ്യക്തമായിട്ടുണ്ട്. അത് തുടക്കം തൊട്ട് അവസാനം വരെ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് പഠിച്ചു കഴിഞ്ഞാൽ ഈ CBTയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാം. CBT മാർക്ക് വാങ്ങിച്ച് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പക്കയാണ്, നിങ്ങളുടെ പ്രായപരിധി
ചിന്താഗതി ഒക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ DVക്കും മെഡിക്കലിനും പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അതൊരു പ്രോസസ്സ് മാത്രമാണ്. അതങ്ങ് കഴിഞ്ഞ് ജോലി കയ്യിൽ കിട്ടും. ഒറ്റ പ്രോസസ്സ്. ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടുന്ന ഒരു പരീക്ഷയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിക്കോട്ടെ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലെവൽ 5 പോസ്റ്റ് ആണ്. ജൂനിയർ എഞ്ചിനീയറിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന പോസ്റ്റ് ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലുകാർക്കാണ് പ്രൊമോഷൻ കിട്ടി ജൂനിയർ എഞ്ചിനീയർ ആവാനുള്ള സാധ്യതയും കൂടെയുണ്ട്. അപ്പോൾ പഠിക്കുന്നതൊന്നും വെറുതെ ആവില്ല. പ്രത്യേകിച്ച് ഡിപ്ലോമ കുട്ടികൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. രണ്ടും ഈ പറയുന്ന പോലെ ഒരേ ലെവൽ 5 ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്നുണ്ടെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ലെവൽ 6 ആണ്. നല്ല പോസ്റ്റാണ്, നല്ല ശമ്പളമുള്ള ജോലിയാണ്. നന്നായിട്ട് പഠിച്ചാൽ ജോലി കിട്ടും. അപ്പോൾ ഇതാണ് അതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ പാറ്റേൺ പ്രകാരം എന്താണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GKക്ക് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 ചോദ്യങ്ങൾ 20 മാർക്ക്, മാത്തമാറ്റിക്സ് 20 ചോദ്യം 20 മാർക്ക്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35 ചോദ്യം 30 മാർക്ക്. അങ്ങനെ 100 ചോദ്യം 100 മാർക്ക് 90 മിനിറ്റ് അഥവാ 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറഞ്ഞാൽ. ഈ ഒറ്റ സ്റ്റേജ് മാത്രം പഠിച്ച് പാസ്സായാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജോലി കിട്ടും. ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. റീസണിങ്ങിന് കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, മാത്സിന് കൊടുത്തിട്ടുണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ മാത്തമാറ്റിക്സ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാധാരണ റെയിൽവേ മാത്സ് അല്ല, സ്പീഡ് മാത്സ് അല്ല ഇവിടെ കൂടുതലായിട്ടും വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. നിങ്ങൾ ALPക്കോ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കോ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനോ സെക്ഷൻ കൺട്രോളറിനോ NTPCക്കോ പഠിക്കുന്ന മാത്സ് അല്ല ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ മാത്സ്. ഇതിനകത്ത് നിങ്ങൾക്ക് സെറ്റ്സ് പഠിക്കാനുണ്ട്, സിമിലർ ട്രയാങ്കിൾസ് പഠിക്കാനുണ്ട്, കോർഡിനേറ്റ് ജോമെട്രി ഒക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കാനുണ്ട്, വെൻ ഡയഗ്രാംസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സിലബസ് മാറ്റമുണ്ട്. നമ്മുടെ ഏകദേശം +1 മാത്തമാറ്റിക്സിന്റെ സിലബസുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് ഇവിടുത്തെ മാത്തമാറ്റിക്സിന് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെയോ ALPയുടെയോ ഗ്രൂപ്പ് ഡിയുടെയോ ജൂനിയർ എഞ്ചിനീയറിന്റെയോ NTPCയുടെയോ സിലബസ് ആയിട്ട് ഇതിന് സാമ്യം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതലും പുറത്ത് അല്ലെങ്കിൽ മറ്റു പോർഷൻസ് ആണ് ഉള്ളത്. അതും കൂടെ ഓർത്ത് വെച്ച് വേണം പഠിക്കാനിരിക്കാനായിട്ട്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇതിനകത്ത് കൂടുതലും ഫിസിക്സും അതുപോലെ തന്നെ മെക്കാനിക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇലക്ട്രോണിക്സിന് കുറച്ച് പോർഷൻസ് ഉണ്ടാവും, മെക്കാനിക്സിന് കുറച്ച് പോർഷൻസ് ഉണ്ടാവും, ഫിസിക്സ് കുറച്ച് പോർഷൻസ് ഉണ്ടാവും, ബേസിക് ഇലക്ട്രിസിറ്റി കുറച്ച് പോർഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റേണ്ടതാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ 5 ട്രേഡിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫിസിക്സിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്സിന്റെ ഫണ്ടമെന്റ്സ് ഈസി ആയിട്ട് പറ്റും. ഇലക്ട്രോണിക്സിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസ്സറൊക്കെ ഈസി ആയിട്ട് പറ്റും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ബേസിക്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസോ IT ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ട്രേഡിന് അനുയോജ്യമായിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് ഇവിടെ RRB ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 2024 എക്സാം കണ്ടക്ട് ചെയ്ത സമയത്ത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന 4 RRBകളിൽ അതിൻ്റെ വേക്കൻസിയും അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫുമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് 24-ൽ 30 വേക്കൻസി ഉണ്ടായിരുന്നു. 1092 വേക്കൻസീസിലേക്കാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 2024 എക്സാം കണ്ടക്ട് ചെയ്തത്. അന്ന് പരീക്ഷ എഴുതിയവരുടെ ഭാഗ്യമാണ്. കാരണം അതിനുശേഷം അത്രയും വേക്കൻസി വിളിച്ചിട്ടില്ല, വിളിക്കാൻ സാധ്യതയില്ല. കാരണം കുറേ കാലത്തിന് ശേഷം അല്ലെങ്കിൽ ആദ്യമായിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്തതാണ് ആ വർഷം 24-ൽ. 1092 വേക്കൻസി ഉണ്ടായിരുന്നു. 30 വേക്കൻസി ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. അന്നത്തെ കട്ട് ഓഫ് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു. ചെന്നൈയിൽ 48 ഒഴിവുകൾ, സെക്കന്ദരാബാദ് 76 ഒഴിവുകൾ, ബാംഗ്ലൂർ 44 ഒഴിവുകൾ. ഈ രീതിയിലായിരുന്നു 2024 പരീക്ഷ. 25-ലേക്ക് വന്നപ്പോൾ കളി മാറി. 183 ഒഴിവുകളിലേക്കായിട്ട് ഒഴിവ് വെട്ടിച്ചുരുങ്ങി. 183, 1092-ൽ നിന്നും 183, ഏകദേശം 16% മാത്രം അത്രേ വരുന്നുള്ളൂ. അത്രയും ഇതായിട്ട് ഒഴിവുകൾ കുറഞ്ഞു. ട്രിവാൻഡ്രത്ത് 30 ഉണ്ടായിരുന്നു, 6 ആയി. ചെന്നൈയിൽ 48 ഉണ്ടായിരുന്നു, 9 ആയി. ബാംഗ്ലൂരും ഈ പറഞ്ഞ പോലെ 44 ഉണ്ടായിരുന്നു, 9 ഒഴിവുകളായി. പല കമ്മ്യൂണിറ്റി വേക്കൻസീസും 0 ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒന്നും കട്ട് ഓഫ് വന്നിട്ടില്ല. ഇനി ടെക്നീഷ്യനിലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ വേക്കൻസി ചാർട്ട് എന്ന് പറയുന്നത്. 1092-ൽ നിന്നും 2025-ൽ 183 ആയി. ഇപ്പോൾ വീണ്ടും 323-ലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു 1000-ന്റെ റേഞ്ചിലേക്ക് വരുമെന്ന് എനിക്കിന്നും തോന്നുന്നില്ല. കാരണം ഇത് തന്നെ വലിയൊരു വർധനമാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 1092-ന്റെ ഏകദേശം ഒരു 16% 183 എന്ന് പറയുന്നത്. 1092-ന്റെ ഏകദേശം ഒരു 30% 323 എന്ന് പറയുന്നത്. അപ്പം 323 അസാമാന്യം നല്ല ഒരു സംഖ്യയാണ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ. വൃത്തിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സിലബസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 1-ൽ ഈ പറഞ്ഞ പോലെ റിസർവ് ലിസ്റ്റിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉറപ്പ് പറയാനൊന്നും പറ്റില്ല.
0.5-നും 0.25-നും ഒക്കെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാത്ത കുട്ടികൾ പലരും നമ്മുടെ അടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പലരും കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2024 ഈ പറഞ്ഞ പോലെ 0.5 മാർക്കിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാതിരുന്ന നമ്മളെ തന്നെ ഒരു സ്റ്റുഡൻറ്റിന് പിന്നീട് എന്ത് കിട്ടിയിട്ടുണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പാനലും തേർഡ് പാനലൊക്കെ വരുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഇത് ക്ലിയർ ചെയ്ത പലർക്കും മെഡിക്കൽ ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നോ DV ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നോ നിർബന്ധമില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ RRBയിൽ അത്തരത്തിലൊരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴെയുള്ള ആളുകൾക്ക് ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ബട്ട് ഈ വർഷം 2025 നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 ഒഴിവുകളൊക്കെയാണ് ഉള്ളത്. ആ 9 ഒഴിവുകളിൽ നിങ്ങളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള 9 ആളുകൾ അല്ലെങ്കിൽ 6 ആളുകളിൽ മെഡിക്കലി അൺഫിറ്റ് ആവാനോ DV ക്യാൻസൽ ചെയ്യാനോ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് താഴെയുള്ള കുട്ടികൾക്ക് സാധ്യത ഉണ്ടാവുള്ളൂ എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇതെല്ലാ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഗ്രേഡ് 1 ഇപ്പോൾ ലിസ്റ്റ് വന്നതുകൊണ്ടും ഫർദർ വേറെ പ്രോസസ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 323 ഒഴിവുകളാണ് ഈ വർഷം വരുന്നത്. ജൂൺ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ടെക്നീഷ്യൻ ഗ്രേഡ് 1 നല്ലൊരു അവസരം തന്നെയാണ്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. കാരണം ലെവൽ 5 പോസ്റ്റാണ്, തൊട്ട് മുകളിൽ കിടക്കുന്നതാണ് JEയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരുന്നുണ്ടായിരിക്കും. പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക. ടെക്നീഷ്യൻ ഗ്രേഡ് 1 വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ടാവും വിത്ത് പ്രോപ്പർ സ്റ്റഡി പ്ലാൻ. ടെക്നീഷ്യൻസിൻ്റെ എല്ലാ ബാച്ചുകളിലും നമ്മളൊരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടെയാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 17 ആഴ്ചകൾ. ഓരോ ആഴ്ചയിൽ ഓരോ ദിവസവും പഠിക്കേണ്ട മാത്സിൻ്റെ, റീസണിങ്ങിൻ്റെ, GK ഉണ്ടെങ്കിൽ GK, സയൻസ് ഉണ്ടെങ്കിൽ സയൻസ്, മറ്റ് സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇത്, അതിൻ്റെ ലിസ്റ്റുകൾ എന്താണ്, അത് ഏതൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾ കാണേണ്ടത്, ഏതൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്, എപ്പോഴാണ് കറണ്ട് അഫയേഴ്സ് കാണേണ്ടത്, എപ്പോഴാണ് റിവൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടെസ്റ്റുകൾ, ടോപ്പിക് ടെസ്റ്റുകൾ മാത്രമല്ല, ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ആ സബ്ജക്റ്റിൻ്റെ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ, ഇപ്പം ഈ പറഞ്ഞ പോലെ മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും കൂടി ചേർന്നുള്ള ടെസ്റ്റുകൾ, GKയും സയൻസും കൂടി ചേർന്നുള്ള ടെസ്റ്റുകൾ, ഇങ്ങനെയെല്ലാം ഡിഫറെൻറ്റ് ടെസ്റ്റുകളൊക്കെ എന്ന് അറ്റൻഡ് ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സ് തന്നെയാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക്, നമ്മുടെ കൂടെ ഈ വർഷം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോമ, BTech, BSc ഉള്ള കുട്ടികൾക്ക് ഒരു സുവർണ അവസരം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 140ഓളം ഒഴിവുകൾ കൂടുതലാണ്. അപ്പോൾ ഈ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് നോക്കുക. മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം.